Niva Gold, Diamonds and Platinum, Cherpalasheri and Ottapalam. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കളത്തിൽ മുഹമ്മദ് അഷ്റഫ് രാജിവെച്ചു. 2020 ഡിസംബർ 23-ന് ചുമതലയേറ്റ അദ്ദേഹം മുന്നണി ധാരണാപ്രകാരം 3 വർഷത്തെ ടേം പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് രാജിവെച്ചത്. UDF ഭരിക്കുന്ന വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ മുന്നണി ധാരണപ്രകാരം 3 വർഷം കോൺഗ്രസിനും 2 വർഷം മുസ്ലിം ലീഗിനുമാണ് പ്രസിഡന്റ് സ്ഥാനം നിശ്ചയിച്ചിട്ടുള്ളത്. 2020 ഡിസംബർ 23-നാണ് കോൺഗ്രസ് പ്രതിനിധിയായ കളത്തിൽ അഷ്റഫ് പ്രസിഡന്റായി ചുമതലയേറ്റത്. 3 വർഷത്തെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം തിങ്കളാഴ്ച സ്ഥാനം രാജിവെച്ചത്. ബാങ്ക് ഭരണസമിതി അംഗങ്ങളുടെയും മുന്നണി നേതാക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു രാജി. കൊറോണ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾക്കിടയിലും മെച്ചപ്പെട്ട ലാഭത്തിൽ ബാങ്കിനെ നയിക്കാൻ കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. ചില ആളുകൾ ബാങ്കിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും ഡയറക്ടർമാർ തനിക്കൊപ്പം നിന്നു. സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഭരണസമിതി അധികാരത്തിൽ കയറിയതിനു ശേഷം നിരവധി വികസന പ്രവർത്തനങ്ങളുമായി കൊണ്ട് ബാങ്കിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊറോണ പോലത്തെ പ്രതിസന്ധികളിലും ഇന്ന് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് മെച്ചപ്പെട്ട ലാഭത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ 3 വർഷം വരെ 7 ഡയറക്ടർമാരും കൂടെ നിന്നതിൽ ഡയറക്ടർമാരോടും അതുപോലെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ഡയറക്ടർമാരോടും അതുപോലെ ഈ ബാങ്കിൻ്റെ സഹകാരികളോടും ജീവനക്കാരോടും എല്ലാവരോടും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുക. ഞാൻ ചെറുപ്പം മുതൽ സ്കൂൾ രാഷ്ട്രീയം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. ഞാനൊരു കച്ചവട രാഷ്ട്രീയക്കാരനല്ല. ജില്ലാ നേതൃത്വത്തിനെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടപടി എടുപ്പിച്ചതാണ്. അതവരെന്നല്ലെങ്കിൽ നാളെ നേതൃത്വം മനസ്സിലാക്കുന്നു വിശ്വസിക്കുന്നു. വിഷയമല്ല, സത്യം എന്നല്ലെങ്കിൽ നാളെ തെളിയും. ഈ പരാതി കൊടുത്ത ആളുകൾക്കും അറിയാം ഇതിൽ കയമ്പില്ല എന്നുള്ളത്. ദുഷ്പ്രചരണങ്ങൾക്കിടയിലും 3.5 കോടി രൂപ ലാഭത്തിലാണ് ബാങ്ക് ഇപ്പോൾ ഉള്ളതെന്നും ബാങ്കിനോ മെമ്പർമാർക്കോ നിക്ഷേപകർക്കോ 1 രൂപ പോലും നഷ്ടമുണ്ടായിട്ടില്ലെന്നും ലേസൺ കമ്മിറ്റി ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റുമായ മരക്കാർ മാരായമംഗലം പറഞ്ഞു. കൂടുതൽ മേഖലകളിലേക്ക് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ രാജി പ്രഖ്യാപിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചുമതല ഏറ്റെടുത്ത സമയം മുതൽ ബാങ്കിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രസിഡന്റിനും ഈ ഭരണസമിതിക്കും കഴിഞ്ഞിട്ടുണ്ട്. 2020-21 166 കോടി ഉണ്ടായിരുന്നത്, വായ്പ ഉണ്ടായിരുന്നത് 21-22 199 കോടിയാക്കി വർദ്ധിപ്പിച്ചു. മുൻകാല ചരിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 3.5 കോടി ഉറുപ്പിക ഈ കിംവദന്തിയും ഈ ദുഷ്പ്രചരണവും ഈ പത്രസമ്മേളനങ്ങളും ഈ അപവാദങ്ങളും ഒക്കെ നിലനിൽക്കെ തന്നെ ബഹുമാനപ്പെട്ട ബാങ്കിലെ പിന്നെ അഭ്യുദയകാംക്ഷികളുടെ സഹകരണത്തോടു കൂടി ബാങ്ക് 3.5 കോടി ഉറുപ്പിക ലാഭത്തിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ബാങ്കിനോ ബാങ്കിൻ്റെ മെമ്പർമാർക്കോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ അഭ്യുദയകാംക്ഷികൾക്കോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റർമാർക്കോ 1 ഉറുപ്പികയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ ഞങ്ങൾ തക്കതായ നടപടി സ്വീകരിക്കാമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഒരുപാട് അന്വേഷണങ്ങൾ 65, 66 ഒക്കെ വകുപ്പുകൾ അനുസരിച്ചുള്ള അന്വേഷണം നടത്തിയിട്ട് പോലും ബാങ്കിൻ്റെ സംഖ്യയിൽ നിന്ന് പിന്നെ ബാങ്കിന് 1 ഉറുപ്പിക നഷ്ടപ്പെട്ടു എന്ന് തെളിയിക്കാൻ ഒരു കോടതിക്കും കഴിഞ്ഞിട്ടില്ല. സെക്രട്ടറിക്കാണ് മുഹമ്മദ് അഷ്റഫ് രാജിക്കത്ത് കൈമാറിയത്. ബാങ്കിന്റെ പുതിയ പ്രസിഡന്റിനെ വൈകാതെ തിരഞ്ഞെടുക്കും.